ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ കുറച്ച് ദിവസമായി ഒരു ഓൺ വോയിസ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ. എന്തായാലും ഓൺ വോയിസ് വീഡിയോ കാണാത്തതിൻ്റെ പേരിൽ തിരക്കി മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹവും. അങ്ങനെ ഇന്നത്തെ തുടക്കം ഒരു പായസത്തിൽ നിന്നാവാം കേട്ടോ. അങ്ങനെ പായസം വെക്കുന്നത് വലിയ പണിയാണെന്നാണ് പണ്ടൊക്കെ എൻ്റെ വിചാരം. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഒരു കവർ പായസക്കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കും വെക്കാന്നേ പായസം. അങ്ങനെ പാലൊക്കെ പൊട്ടിച്ചൊഴിച്ച് പായസത്തിലേക്കുള്ള പരിപാടികൾ നടക്കുക. കുറച്ച് പാലൊഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ഭയങ്കരമായ പരിപാടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവർ പായസം നമ്മൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ലല്ലോ, അല്ലേ? അതെന്തായാലും വെക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഒരു ചളി അടിച്ചതാട്ടോ. അങ്ങനെ താണ്ട നമ്മൾ കവറൊക്കെ പൊട്ടിച്ച് പായസം മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് തന്നെ ഇരുന്ന് വെന്തോളൂ വന്നേ. നമ്മുടെ ആരുടെ സഹായം അതിന് വേണ്ട. ഇടയ്ക്കൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അരമണിക്കൂർ മതിയെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് വരാൻ. നല്ല താമസം ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കിനും ഒന്നുമില്ല, ഈ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ 2-3 വട്ടം പറഞ്ഞല്ലേ. അങ്ങനെ ഞാനിതുവരെ വീഡിയോ ഇടാഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നീ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയാൽ പിന്നൊന്ന് പൊങ്ങി വരാൻ കുറച്ചധികം പാടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ പൊങ്ങി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പം ഡൗൺ ആവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാമല്ലേ. അപ്പോൾ കാര്യം അതായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് സ്നേഹത്തോടെ ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരുണ്ടെന്നൊക്കെ അറിയുന്നത് നല്ലതാണെന്നേ. വീണ്ടും പാലൊഴിച്ച് കൊടുക്കുകയാണ്. റെസ്റ്റിംഗ് ടൈമിൽ കുറച്ച് കപ്പ് അതും കഴിച്ച് പായസം വെന്ത് വരുന്നത് നോക്കിയിരിക്കുക കേട്ടോ. ഇന്നത്തെ പായസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആട്ടോ. അങ്ങനെ ബർത്ത്ഡേയുടെ ആദ്യത്തെ പങ്ക് അമ്മയ്ക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അമ്മയ്ക്കും പായസം കൊടുത്ത്, കാശിക്കും കൊടുത്ത്, അച്ഛനും കൊടുത്ത്, ഞാനും കഴിച്ച് ഞങ്ങളിവിടെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചു. അങ്ങനെ ദൂരത്തിരിക്കുന്ന ചേട്ടന് 1000 ബർത്ത്ഡേ വിഷസും അറിയിക്കുക കേട്ടോ. പായസം തരാത്തതിൽ സങ്കടമുണ്ട്, സാരമില്ല. എന്നാലും ചേട്ടൻ്റെ ഒരു ഗ്ലാസ് കൂടെ ഞങ്ങൾ അങ്ങ് കുടിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബേബി, സീ യു.